ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരി വേവിച്ചത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് വേവിച്ച ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈമ റൈസ്, അതുപോലെ തന്നെ പച്ചരി, പൊന്നി അരി, പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറ് കൊണ്ടും ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സാധാരണ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള റൈസ് ആണ്. കുറച്ചധികം വെള്ളം വെച്ചതിന് ശേഷം വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എള്ളെണ്ണയാണ്. ഇത് ഞാനൊരു പക്ക തമിഴ്നാട് സ്റ്റൈലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ 2 വറ്റൽമുളക് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കളർ മാറി ബ്രൗൺ കളറൊന്നും ആവേണ്ട. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിന്റെ കൂടെ ഇത് മൂത്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 6 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കാഷ്നട്ടൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പൊ ഞാനിവിടെ 1 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പൊ ഇതാ സവോളയൊക്കെ ഇതുപോലെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു 30-40 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നടുവ് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം നമുക്ക്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തക്കാളി ചോറാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ചോറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. തക്കാളിന്റെ ഫ്ലേവർ ഒന്നും കൂടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു റൈസ് ആണ് കേട്ടോ ഇത്. കാരണം നമ്മൾ ഇതിൽ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. ഇപ്പൊ ഇതുപോലെ വേവിക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഇതാ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തക്കാളി ചോറിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അരി ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നോക്കണേ. ഇപ്പൊ ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.